ആഭ്യന്തര വകുപ്പിനെതിരെ PV അൻവർ ഉൾപ്പെടെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം. വിവാദ വിഷയങ്ങളില് ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളില് DGPയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിലെ യോഗം ചേർന്നിരിക്കുന്നത്. അജിത് കുമാറിനൊപ്പം അൻവറിന്റെ ആരോപണ മുനയിലുള്ള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ എന്നിവർ ക്ലിഫ് ഹൌസില് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുന്നു. ആഭ്യന്തര സെക്രട്ടറിയും DGPയും ഉടൻ യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ പതിവ് കൂടിക്കാഴ്ച മാത്രമാണ് നടന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം. വാർത്തകള് വ്യാജമായി സൃഷ്ടിച്ചെടുക്കാനുള്ള ഇത്തരം നിരുത്തരവാദപരമായ ശ്രമങ്ങള് നടക്കുന്നെന്ന് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഓഫീസില് പേഴ്സണൽ സ്റ്റാഫിനെ കാണുന്നതും പ്രൈവറ്റ് സെക്രട്ടറിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തുന്നതും ദൈനംദിന ഓഫീസ് നിർവഹണത്തില് സാധാരണമായ കാര്യമാണ്. അത് മുഖ്യമന്ത്രി തലസ്ഥാനത്തുള്ള എല്ലാ ദിവസവും നടക്കാറുള്ളതുമാണ്. അതിനെ ഒരു തരത്തിലുമുള്ള പരിശോധനയും നടത്താതെ മുഖ്യമന്ത്രിയുടെ വസതിയില് എന്തോ പ്രത്യേക കാര്യം ചർച്ച ചെയ്യാൻ സ്റ്റാഫിലെ ചിലർ എത്തി എന്ന നിലയില് വാർത്ത സൃഷ്ടിക്കുന്നത് മാധ്യമ ധാർമ്മികതയ്ക്കോ മര്യാദക്കോ നിരക്കുന്നതല്ല. വാർത്തകള് വ്യാജമായി സൃഷ്ടിച്ചെടുക്കാനുള്ള ഇത്തരം നിരുത്തരവാദപരമായ ശ്രമങ്ങള് മാധ്യമങ്ങളുടെ വിശ്വാസ്യത തന്നെ തകർക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ADGP MR അജിത് കുമാറിനെതിരെയുള്ള നടപടി എന്താണെന്ന് ഇന്നത്തെ യോഗത്തില് തീരുമാനിക്കുമെന്നാണ് സൂചന. അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളില് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ 1 മാസമാണ് മുഖ്യമന്ത്രി DGPക്ക് സമയം അനുവദിച്ചത്. 1 മാസവും 3 ദിവസവും എടുത്ത് പൂർത്തിയാക്കിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്നലെ ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിച്ചു. DGP റിപ്പോർട്ടില് നടപടിയൊന്നും നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങള്. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്വർണം പൊട്ടിക്കലിന് പിന്തുണ നൽകി. തൃശൂർ പൂരം അലങ്കോലമാക്കുന്നതിന് സഹായിച്ചു. 35 ലക്ഷം രൂപ കാശായി നൽകി കെട്ടിടം വാങ്ങി, അത് 65 ലക്ഷം കാശായി നൽകി വിറ്റു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ADGP അജിത് കുമാറിനെതിരെയുള്ളത്. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനത്തിൽ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ADGP സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന ആവശ്യവുമായി LDF ഘടകകക്ഷിയായ CPIയും CPM സ്വതന്ത്രനായ KET ജലീലും ഉൾപ്പെടെയുള്ളവർ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. ADGPയെ സ്ഥാനത്തു നിന്ന് മാറ്റുമെന്ന ഉറപ്പ് തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് CPI നേതാക്കള് പ്രസ്താവിക്കുകയും ചെയ്തു. 2023 തൃശൂർ വച്ച് RSS സർക്കാര്യവാഹ ദത്തത്രേയ ഹൊസബലയെയും പിന്നീട് തിരുവനന്തപുരത്ത് വച്ച് RSS നേതാവ് റാം മാധവുമായും കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ADGP അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളില് CPMനെ പ്രതിസന്ധിയിലാക്കിയ കാര്യം. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ ആരോപണം ആദ്യമായി ഉന്നയിക്കുന്നത്. കൂടിക്കാഴ്ച നടന്ന വിവരം ഇന്റലിജൻസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്നുതന്നെ അറിയിച്ചിരുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി നടപടിയെടുക്കാഞ്ഞതെന്താണ് എന്നായിരുന്നു ഉയർന്ന ആരോപണം. DGP ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തില് IG സബർജൻ കുമാറും DIG തോംസൺ ജോസഫും SP മാരായ മധുസൂദനൻ ഷാനവാസ് എന്നിവരുൾപ്പെടെയുള്ളവരാണുള്ളത്.